ഡോക്ടർമാരെല്ലാം മോശക്കാരാണ്, ഒട്ടുമല്ല. ഇത്രയും നല്ല ഡോക്ടർമാർ ലോകത്തിലില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ആൾക്കാർ തീർച്ചയായിട്ടും പറയും നമ്മുടെ ഡോക്ടർമാർ നല്ല മിടുക്കന്മാരാണ്. കേരളത്തിലെ ഡോക്ടർമാർ പ്രത്യേകിച്ചും. ഒന്നാമത്തെ കാര്യം സംലഭ്യതയുടെ കാര്യത്തിൽ നമ്മൾ പാശ്ചാത്യ നാടുകളിൽ ഒരു രോഗം വരട്ടെ, ഒരു കാര്യത്തിൽ ഒരു അപ്പോയിൻമെൻറ്റ് നോക്കട്ടെ, കാർഡിയാക്കായിരിക്കും പ്രോബ്ലം, അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന 4-5 മാസം അപ്പുറമായിരിക്കും. അന്നേരത്തേക്ക് ആൾ പോയി കഴിഞ്ഞിരിക്കും. ഇവിടെ അങ്ങനെയാണോ? നമുക്ക് ഇടിച്ച് കയറി എങ്ങനെ ഏത് ഡോക്ടർ ഏത് കാർഡിയോളജിൻ്റെ അടുത്തേക്ക് ചെല്ലരുതോ? ഈ നന്മ കാണാതിരിക്കരുത്, നമ്മുടെ ഡോക്ടർമാരുടെ നന്മ. അതുകൊണ്ട് സർവ്വ ഡോക്ടർമാരെയും ഭയങ്കരമായിട്ട് കുറ്റപ്പെടുന്ന കാര്യത്തോട് ചേരാനായിട്ട് പറ്റുകയില്ല. അതിൻ്റെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്നും പറഞ്ഞുകൊണ്ട് നിരുത്തരവാദിത്വം കൂടി പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുകയില്ല. തൊട്ടടുത്ത ദിവസമല്ലേ സംഭവിച്ചിരിക്കുന്ന മുട്ടുവേദനയുമായിട്ട് വന്ന ആളുടെ കണ്ണുകൾ ചുവന്നെടുത്തെന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പം തന്നെ അല്പം കാരണം കാണും. കാരണം എന്തെങ്കിലും അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായി കാണും. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മുട്ടുകൾക്ക് ഉള്ള വേദനയ്ക്ക് കൊടുത്ത മരുന്നിൻ്റെ അത് പിഴവ് പറ്റിയതുകൊണ്ടാണ് കണ്ണിന് കേടുവെന്നാണ് അദ്ദേഹത്തിന് പറയുന്നു. എങ്കിലും അതിൻ്റെ സമീപനം എങ്ങനെയായിരിക്കേണ്ടതാണ്? ഇപ്പം ആയിരക്കണക്കിന് രോഗികളെ നോക്കുന്ന ഒരു പബ്ലിക് അല്ലെങ്കിൽ സർക്കാർ ഹോസ്പിറ്റലിലെ എല്ലാ രോഗികളെയും ഒന്ന് ശ്രദ്ധയോടുകൂടി മുഴുവൻ നോക്കാൻ ഒരു ഡോക്ടർക്കും പറ്റി എന്ന് വരികയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ ഡോക്ടർമാരെ ഈ പറയുന്ന സർക്കാർ ഹോസ്പിറ്റൽ എന്തുമാത്രം രോഗികളാ സർക്കാർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്, ഇവരെല്ലാം വ്യക്തിപരമായിട്ട് ഇപ്പം സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരെ പോലെ സമയമെടുത്ത് നോക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പം അതിന് അവരോട് ഇച്ചിരി കരുണയൊക്കെ കാണിക്കേണ്ടതാണ്. അപ്പം സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടതാണ്. അങ്ങനെ രോഗികളുടെ സമീപനത്തിൽ ഈ കൈക്കൂലി കിട്ടിയാലേ നോക്കുകയുള്ളൂ എന്ന രീതി ഉണ്ടായെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. അങ്ങനെ വാങ്ങിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും തിരുത്തപ്പെടേണ്ടത്. പക്ഷേ ഒരുപാട് നല്ല ത്യാഗസന്നദ്ധനായ ധാരാളം സർക്കാർ ഡോക്ടർമാർ നമുക്കുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ട് ഏതെങ്കിലും 1-2 കേസ് എടുത്തുകൊണ്ട് വിപുലീകരിച്ച് എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണ് എന്ന് പറയുന്നതും ഡോക്ടർമാർക്കെതിരെയൊക്കെ ശക്തമായിട്ടുള്ള നീക്കം ഉണ്ടാകുന്നതും ശരിയല്ല എന്ന കാര്യം നമ്മൾക്കുണ്ടാവും. ഇപ്പോൾ കൈക്കൂലി കൊടുത്താൽ മാത്രം അങ്ങനെ ഒരു വശമുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോലും പുറത്തു നിന്നല്ലാതെ മരുന്നും കിട്ടത്തില്ല, അകത്തു നിന്നൊന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഈ പറയുന്ന മെഡിക്കൽ കോളേജുകളെ ചിലവ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചിലവിന് തുല്യമായിട്ട് വരികയാണ്. അവിടെ ചെന്നാൽ തൂണിന് പോലും കാശ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഡോക്ടർമാർ മാത്രമല്ല, തൂണിന് പോലും കാശ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു ഭവിച്ചാൽ ഈ പാവപ്പെട്ടവർ ഇന്ത്യയിൽ ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഈ സർക്കാർ പോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൂടെ ഫ്രീ ആയിട്ട് ചെയ്യുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ചോദ്യം എളുപ്പമാണ്. അവിടെ അവർ വാങ്ങിക്കൂട്ടി വെച്ചിരിക്കുന്ന മുതൽ മുടക്കിയിരിക്കുന്ന ആ മുതലിനെ ലോണെടുത്ത് കോടികൾ കടം വാങ്ങി വെച്ചിരിക്കുന്ന മെഷീൻ നോക്കി അത് തിരിച്ചടയ്ക്കാനുള്ള പൈസ ഇവിടെ നിന്ന് കിട്ടും. ഒരു മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി നന്നായിട്ടില്ല, 150 കോടി രൂപയാണ് അതിന് കടം ആശുപത്രി. അപ്പോൾ ആ കടത്തിൻ്റെ ലോൺ അടയ്ക്കേണ്ടതില്ലേ? അപ്പോൾ അതുകൊണ്ട് അവിടെ സാമാന്യഗതിയുള്ള ഫീസ് പരിധി കവിഞ്ഞാൽ സർക്കാരിന് ഇടപെടാവുന്നതാണ്. സാമാന്യഗതിയുള്ള ഫീസ് ഈടാക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ പിന്നെ ഒരു ഹോസ്പിറ്റൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇവരില്ലെങ്കിലോ, ഈ പറയുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ ഇല്ലെങ്കിലോ എത്ര ജീവൻ നഷ്ടപ്പെട്ടു പോകും? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട കാര്യം ഈ പാവപ്പെട്ട രോഗികളെ സംരക്ഷിക്കാനുള്ള NGO സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ തെറ്റിദ്ധരിക്കരുത്. ഇൻഷുറൻസ് മാഫിയകളപ്പോൾ പ്രവർത്തിതമായിരിക്കും. അത് നമുക്ക് ഉപദ്രവം ചെയ്യുള്ളൂ. അവർ നേരെ ചൊവ്വയൊന്നും പോകുന്ന ആൾക്കാരൊന്നുമല്ല. സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നുള്ളൊരു കാരുണ്യ പദ്ധതി അല്ലെങ്കിൽ ഉണ്ടായാലും വേറെ പദ്ധതി 30,000 രൂപ വെച്ച് കിട്ടുന്നത് ഇതൊക്കെ നിർത്തിക്കളഞ്ഞില്ലേ? ഇതൊക്കെ നിർത്തിക്കളയുന്ന ആരും അറിയില്ല. പാപങ്ങൾക്ക് കെട്ടിക്കൂടുന്ന നന്മയാണത്. നേരിട്ട് കിട്ടി പേരൻസിനെ ഈ പറയുന്ന 2.5-3 ലക്ഷം രൂപ വാങ്ങിച്ച് ഞാൻ കൊടുത്തുള്ളതാണ് ഈ പറയുന്നത്. അതിപ്പോൾ ഇന്നില്ലെന്ന്, അതൊക്കെ നിർത്തിക്കളഞ്ഞെന്ന്. അത് എന്തൊരു നല്ല പദ്ധതിയായിരുന്നു. പാവങ്ങളോട് കരുണയുള്ള ഒരു മന്ത്രി ആവിഷ്കരിച്ചതല്ലേ അത്. അതൊക്കെ നിർത്തിക്കളഞ്ഞിട്ട് പിന്നെ എന്ത് പുണ്യമായി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുമ്പം തെറ്റിദ്ധരിക്കേണ്ട. ഒരുപാട് പ്രൈവറ്റ് ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. അതെല്ലാം മനുഷ്യരെ വട്ടത്തിൽ കറക്കി അവനെ മുതലെടുക്കുന്ന പരിപാടികളാണെന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ല. സർക്കാരിൻ്റെ പാശ്ചാത്യ നാടുകളെ പോലെ സർക്കാരും നേരിട്ടുള്ള സിറ്റിസൺസിനുള്ള ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കാനുള്ള സമയമായില്ലേ? നമ്മുടെ രാജ്യം അങ്ങനെ ആയില്ലേ? കടം കയറി മുടിഞ്ഞാൽ കിടക്കുന്ന ആളുകൾ പറയുന്നെങ്കിലും രാജ്യത്തിൻ്റെ നിലവാരം വെച്ച് നോക്കിക്കഴിയുമ്പം ലോകത്തിൻ്റെ സാമ്പത്തിക ശക്തി 4ാം സ്ഥാനത്താണ് ഇന്ത്യ എന്നല്ലേ പറയുന്നത്. ആണോ? ആണെങ്കിൽ ക്ഷേമരാഷ്ട്രങ്ങൾക്ക് തുല്യമായിട്ടെങ്കിലും ഇൻഷുറൻസിന് കണ്ടിട്ടുള്ളതാണ്. അവർ എന്തൊരു സമാധാനം. അവിടെ രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ വേണം വീട്ടിലോട്ട് വരും. ഇൻഷുർഡാണ്. ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് അദ്ദേഹത്ത് പോകാൻ നിവൃത്തിയില്ല, ഡോക്ടർ വീട്ടിലോട്ട് വരും. ഇനി തിരിച്ചു വേണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആശുപത്രിയിൽ നിന്ന് വണ്ടി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. ഇതെല്ലാം ഇൻഷുറൻസ് അങ്ങ് പൊയ്ക്കോളും. അവരുടെ ശമ്പളത്തിൽ നിന്ന് കൃത്യമായിട്ട് സർക്കാർ പിടിച്ചോണ്ടായിരിക്കും ഇൻഷുറൻസ്. നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലേ ഇത്.
ആണോ? ഇപ്പോൾ എല്ലാവർക്കും സർക്കാർ ശമ്പളം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് പറയുമായിരിക്കും. അല്ലാത്തവർക്ക് നടപ്പാക്കാവുന്ന രീതിയിലെങ്കിലും തുടങ്ങേണ്ടതല്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്നായി ഈ ഇവിടെ സംഭവിച്ചതാണ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കാലിൻ്റെ മുട്ടിന് വേദനയായിട്ട് വന്നതാണ് ആ പാവത്താൻ. സനൂപ് എന്നാണ് പേര്. അത് വേദനയായിട്ട് വന്നു. അപ്പോൾ എന്നാ സ്വയം ബൈക്ക് ഓടിച്ചാണ് വന്നതെന്ന് ഓർക്കണം. സ്വന്തമായിട്ട് ബൈക്ക് ഓടിയും മനുഷ്യൻ ടൈൽസിൻ്റെ പണിക്കാരനാണ്. അതുകൊണ്ട് കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കണ്ണൊക്കെ എടുക്കുന്നതിനുള്ള സമ്മതപത്രം വേണ്ടേ? വിദ്യാഭ്യാസമില്ലാത്തൊരു അമ്മച്ചി കൂടെ ഉള്ളതിനെ കൊണ്ട് ഏതാണ്ട് ഒപ്പിടിപ്പിക്കും വേണ്ടി സമ്മതപത്രം വേണ്ടതല്ലേ? കണ്ണെടുത്ത് കളയാനോ? കാരണം ഉണ്ടായിരുന്നതായിരിക്കും. എന്തായാലും അത് മെഡിക്കൽ സയൻസാണ്. നമ്മളത് ഒരു കുറ്റം പറയാൻ പറ്റില്ല. ഒരു സർക്കാർ രാജ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഡോക്ടർമാർ ചെയ്യുന്ന നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇതൊക്കെ ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടതല്ലേ? ഒരുപക്ഷെ ഫംഗസ് ബാധിച്ച ക്രിസ്തുമണി ഇരുന്നാൽ അവിടെ വേറെ കുഴപ്പമുണ്ടാകുന്നതുകൊണ്ടാണ് ചെയ്തത് എന്ന് വിചാരിക്കും. ആണെങ്കിൽ തന്നെയും അതിനനുസരിച്ചുള്ള നടപടിക്രമം ഉണ്ടാകണ്ടേ? കെട്ടഴിച്ചപ്പോഴാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പോയി. ആ മനുഷ്യനെ എങ്ങനെ ചങ്ക് തകരാതിരിക്കും? അദ്ദേഹത്തിൻ്റെ ചങ്ക് പറ്റില്ല വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള തലങ്ങളിൽ നമ്മുടെ ചികിത്സാ സഹായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഒപ്പം തന്നെ ഈ ആരോഗ്യ രംഗത്ത് ഇതുപോലെ തുടർച്ചയായിട്ടുണ്ടാകുന്ന വീഴ്ചകൾ അത് വേണ്ടപ്പെട്ടവരെ പരിഗണിക്കുകയും ചെയ്താൽ ഇതുപോലെയുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ പറ്റും. താങ്ക് യു വെരി മച്ച്.